എന്താണ് എപ്പിലെപ്സി അഥവാ അപസ്മാരം? അപസ്മാരത്തെക്കുറിച്ച് 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഇവിടെ സംസാരിക്കാം. അപസ്മാരം എന്നത് നമ്മുടെ മസ്തിഷ്കത്തിലെ കോശങ്ങൾ തമ്മിൽ ആശയവിനിമയം നടത്തുന്നത് ചെറിയ ഇലക്ട്രിക്കൽ ഇമ്പൾസസ് വഴിയാണ്. ഇത്തരം ഇമ്പൾസസിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ കാരണം ഉണ്ടാകുന്ന അസുഖമാണ് അപസ്മാരം അഥവാ എപ്പിലെപ്സി. എങ്ങനെ ഇത് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ, മസ്തിഷ്കത്തിലെ ഘടനാപരമായ വ്യത്യാസങ്ങൾ കൊണ്ടോ അതിൻ്റെ പ്രവർത്തനത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ കൊണ്ടോ അബ്നോർമൽ ആയിട്ടുണ്ടാകുന്ന ഒരു കറണ്ട് ഫ്ലോ ആണ് ഒരു എപ്പിലെപ്സിയായി രൂപപ്പെടുന്നത്. ഇനി എന്തൊക്കെയാണ് ഈ അപസ്മാരത്തിന് കാരണമായി സംഭവിക്കുന്നത്? മസ്തിഷ്കത്തിനുണ്ടാകുന്ന ഏതൊരു ചതവോ മുറിവോ അഥവാ പാടുകളോ എല്ലാം അപസ്മാരത്തിന് കാരണമാകാം. അതുപോലെ തന്നെ ജനിതകമായ കാരണങ്ങളും അപസ്മാരത്തിന് വഴിയൊരുക്കാം. എന്താണ് ഒരു സീഷർ, എപ്പിലെപ്സി? ഇത് തമ്മിലുള്ള വ്യത്യാസം സാധാരണയായി കാണാം. ഈ പ്രായമായതിൽ ഒരു പ്രാവശ്യം സീഷർ ഉണ്ടാകുന്ന അതിന് കാരണമായിട്ട് സോഡിയം കുറഞ്ഞതോ ഷുഗറിലുള്ള ഏറ്റക്കുറച്ചിലുകളോ ആകാം. ഇവയ്ക്ക് തുടർച്ചയായ ചികിത്സ ആവശ്യമില്ല. ഈ സോഡിയം അഥവാ നമ്മുടെ ശരീരത്തിലെ ലവണങ്ങൾ കറക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുകയോ ചെയ്താൽ അത്തരം അപസ്മാരങ്ങൾക്ക് അതുമാത്രം ചികിത്സയായിട്ട് മതിയായിരിക്കും. എന്നാൽ എന്താണ് അപസ്മാരം അഥവാ എപ്പിലെപ്സി എന്നത്? ഒന്ന്, രണ്ടോ അതിൽ കൂടുതൽ പ്രാവശ്യമോ സീഷർ ഉണ്ടാകുകയോ അത് ഉണ്ടാകാനായിട്ടുള്ള വ്യക്തമായ കാരണങ്ങൾ നിലനിൽക്കുകയോ ചെയ്യുമ്പോഴാണ് അതിനെ അപസ്മാരം എന്ന് വിളിക്കുന്നത്. ഇത്തരം രോഗികൾക്ക് തുടർച്ചയായ മരുന്നുകളും ചികിത്സകളും ആവശ്യമാണ്. അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. അപസ്മാരം എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നു, എവിടേക്ക് വ്യാപിക്കുന്നു എന്നതിനനുസരിച്ചാണ് അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങളും. ശരീരത്തിൻ്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന അനിയന്ത്രിതമായ ചലനങ്ങൾ, ഒരു ഭാഗത്തുണ്ടാകുന്ന അനിയന്ത്രിതമായ സംവേദന പ്രോബ്ലങ്ങൾ, അതായത് ഒരു ഭാഗത്തുണ്ടാകുന്ന തരിപ്പുകൾ, സ്വഭാവത്തിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, ഇവയെല്ലാം അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങളായി വരാം. ഇനി നമുക്ക് അപസ്മാരത്തിൻ്റെ ചികിത്സയിലോട്ട് കടക്കാം. ഏതൊരു രോഗത്തിൻ്റെയും ചികിത്സയുടെ ആദ്യഘട്ടം എന്ന് പറഞ്ഞാൽ രോഗനിർണയമാണ്. രോഗനിർണയത്തിന് ആദ്യമായി വേണ്ടത് അപസ്മാരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു EEG ടെസ്റ്റാണ്. EEG ടെസ്റ്റ് ഇന്ന് അഡ്വാൻസ്ഡായി വീഡിയോ EEG എന്ന ഒരു അഡ്വാൻസ് ടെസ്റ്റ് കൂടി അവൈലബിൾ ആണ്. മസ്തിഷ്കത്തിൻ്റെ ഇലക്ട്രിക് തരംഗങ്ങൾ റെക്കോർഡ് ചെയ്യുക എന്നാണ് EEG കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് നമുക്ക് ഏതു തരം എപ്പിലെപ്സി ആണെന്ന് മനസ്സിലാക്കി അതിന് കൃത്യമായ മരുന്നുകളോ സർജിക്കൽ ട്രീറ്റ്മെൻറ്റോ അവൈലബിൾ ആണ്. ഭൂരിഭാഗം അപസ്മാരങ്ങളും, അതായത് 80% രോഗങ്ങളും കൃത്യമായ മരുന്ന് കൊണ്ട് നിയന്ത്രണ വിധേയമാക്കാം. എന്നിരുന്നാലും ഒരു 20% അപസ്മാര രോഗങ്ങൾ മരുന്ന് കൊണ്ട് നിയന്ത്രണാതീതമാക്കാൻ സാധിക്കുന്നതല്ല. അത്തരം രോഗികൾക്ക് ഇത്തരം അപസ്മാരത്തിൻ്റെ ഉറവിടം കണ്ടെത്തി അത് സർജിക്കലി റിമൂവ് ചെയ്യുന്നതിലൂടെ നമുക്ക് പൂർണ്ണമായും ഈ രോഗത്തിൽ നിന്ന് മുക്തി നേടാം. അടുത്തതായി നമുക്ക് അപസ്മാര രോഗികൾക്ക് ഒരു സാധാരണ ജീവിതം സാധ്യമാകും എന്നതാണ്. ഈ ചോദ്യത്തിന് 3 വശങ്ങളാണ് ഉള്ളത്. ഒന്ന്, എനിക്ക് സാധാരണയായി മറ്റാളുകളെ പോലെ ജോലിക്ക് പോകാൻ സാധിക്കുമോ? തീർച്ചയായും ഒരു അപസ്മാര രോഗിക്ക് സാധാരണ ആളുകളെ പോലെ തന്നെ ജോലികളിൽ ഏർപ്പെടാൻ സാധിക്കും. 2 കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം. 1, മരുന്ന് കൃത്യമായി കഴിക്കുക. 2, ഉറക്കം നഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. രണ്ടാമതായി, ഒരു വിവാഹ ജീവിതം എനിക്ക് സാധിക്കുമോ? തീർച്ചയായും നോർമൽ ആളുകളെ പോലെ തന്നെ അപസ്മാര രോഗികൾക്കും ഒരു വിവാഹ ജീവിതം നോർമലായി തന്നെ കൊണ്ടുപോകാൻ സാധിക്കും. മൂന്നാമത്തേതായി സാധാരണയായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, എനിക്ക് ഈ മരുന്നുകൾ കൊണ്ട് പ്രഗ്നൻസി സാധ്യമാണോ? തീർച്ചയായും ഇന്നത്തെ മരുന്നുകൾ പൂർണ്ണമായും പാർശ്വഫലങ്ങൾ കുറഞ്ഞതും യാതൊരു രീതിയിലും പ്രഗ്നൻസിയെ ബാധിക്കാത്തതുമാണ്. ആകെ കൂടി രോഗികൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായി ഒരു ന്യൂറോളജിസ്റ്റിൻ്റെ ഫോളോ അപ്പും ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ ഫോളോ അപ്പും കൃത്യമായി പോകുകയും മരുന്നുകൾ കൃത്യമായി കഴിക്കുക എന്നുള്ളതുമാണ് ഒരു രോഗി ശ്രദ്ധിക്കേണ്ട കാര്യം. ആധുനിക വൈദ്യശാസ്ത്രം ഒരുപാട് വളർന്നു കഴിഞ്ഞു. അപസ്മാരം ഇന്ന് ഏതൊരു രോഗത്തെ പോലും നിയന്ത്രണ വിധേയമാക്കാനും കൃത്യമായി ചികിത്സിച്ച് മാറ്റാനും സാധിക്കും. കഴിഞ്ഞ ഇൻ്റർനാഷണൽ എപ്പിലെപ്സി ഡേയുടെ തീം തന്നെ മൈൽ സ്റ്റോൺ ഓൺ മൈ എപ്പിലെപ്സി ജേർണി എന്നതായിരുന്നു. അപസ്മാര രോഗത്തെ പൂർണ്ണമായും അറിയുക, കൃത്യമായി ചികിത്സിക്കുക, അതിൻ്റെ വേലിക്കെട്ടുകൾക്ക് ഉള്ളിൽ നിന്ന് പുറത്തു വന്ന് വ്യക്തിഗത നേട്ടങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക.